യാത്ര പറച്ചിലുകളും വേർപാടുകളുമെല്ലാം എല്ലാ മനുഷ്യർക്കും സങ്കടമുള്ളതാണ്. ഈ സങ്കടങ്ങളെ എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുക? നമ്മൾ പോകുന്ന പുതിയ ഇടം നമുക്ക് കൂടുതൽ സന്തോഷത്തിൻ്റെയും ലാഭത്തിൻ്റെയും ഒക്കെ ഇടമാണെങ്കിൽ നമ്മുടെ വേർപിരിയലും പുതിയ സ്ഥലത്തേക്കുള്ള പ്രവേശനവുമെല്ലാം സന്തോഷകരമായിരിക്കും. എത്ര കാലം കഴിഞ്ഞുള്ള യാത്രയാണെങ്കിലും പുതിയ സ്ഥലം എന്നെ മോഹിപ്പിക്കുന്ന, ആകർഷിക്കുന്ന എന്തെങ്കിലുമൊക്കെ നന്മകളുള്ള ഇടമാണെങ്കിൽ എൻ്റെ വേർപാടിൽ വലിയ ദുഃഖമൊന്നും ഒരുപക്ഷെ എനിക്കുണ്ടാവുകയില്ല. ഈ ഭൂമിയിലെ വേർപാട് പലപ്പോഴും നമുക്ക് സങ്കടകരമാണ്. കാരണം നമ്മൾ പ്രവേശിക്കുന്നിടം എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. ഈ ഭൂമിയിൽ നിന്നുള്ള യാത്ര സന്തോഷകരമാക്കാൻ ഒരു മാർഗമുണ്ട്. നമ്മൾ പോകാനിരിക്കുന്ന ഇടം നമുക്ക് നന്മകൾ നൽകുന്ന ഇടമാണ് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. ചില ട്രാൻസ്ഫറുകൾ ഒരുപക്ഷെ നമ്മളെ സന്തോഷിപ്പിക്കില്ല. ചില പ്രൊമോഷൻസ് നമ്മളെ സന്തോഷിപ്പിക്കും. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം ഒരു പ്രൊമോഷനാണ്. നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അവസാനിച്ച് ദൈവത്തിൻ്റെ കൂടെ ഒപ്പമായിരിക്കാനുള്ള വലിയ ഒരു സാധ്യതയാണ് മരണം നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുക. ഒരു വാതിൽ തുറന്ന് അടുത്ത മുറിയിലേക്ക് പ്രവേശിക്കുന്ന അത്ര ലാഘവത്തോടുകൂടി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സ്വർഗപ്രവേശനം ഒരു പ്രൊമോഷനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ഒരു പ്രൊമോഷനാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം. അതിന് മരണം അനിവാര്യമായ വാതിലാണ്. ആ വാതിൽ ലാഘവത്തോടുകൂടി തുറക്കുവാനും സ്വർഗീയ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനും ഇപ്പോൾ തന്നെ നമുക്ക് ഒരുങ്ങാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയുണ്ടാകട്ടെ. നിത്യപിതാവേ, ഈശോ മിശിഹാ കർത്താവിൻ്റെ വിലതീരാതെ തിരിച്ചോറിയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ.